മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്ക്. എല്ലാവർക്കും നമസ്തേ. ഇപ്പോൾ ഒരു പാട്ട് കേട്ടല്ലോ, മനുഷ്യനാകണം മനുഷ്യനാകണം എന്നും പറഞ്ഞൊരു പാട്ട്. സത്യത്തിൽ ഇതൊരു വിപ്ലവഗാനമായിട്ട് മുരുകൻ കാട്ടാക്കട എന്ന് പറയുന്ന ഒരു സ്വയം പ്രഖ്യാപിത കവി എഴുതിയതാണ്. അദ്ദേഹത്തിൻ്റെ ഈ രചനകളിൽ എത്ര കവിത്വം ഉണ്ടെന്ന് നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. സ്വയം കുറേയേറെ കവികളുള്ള കൂട്ടത്തിലൊരു കവിയാണ് ഇദ്ദേഹം, മുരുകൻ കാട്ടാക്കട. ഇന്നത്തെ കാലത്ത് പിന്നെ വൃത്തവും സമാസവും വ്യാകരണവും ഒന്നും വേണ്ടല്ലോ. ഏതൊരു പൊട്ടനും ഇപ്പോൾ പത്രം എടുത്ത് വെച്ച് നമ്മൾ ദിവസം നമ്മുടെ വീട്ടിൽ പത്രം വരുത്തുന്നു. ആ പത്രം എടുത്ത് വെച്ച് നമ്മൾ ഒരു സംഗീതം പോലെ ചൊല്ലിക്കഴിഞ്ഞാൽ അതും കവിതയാണ് എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടുള്ള ഒരു വിദ്വാനെ കൊണ്ട് എഴുതിച്ചാണ്, മുരുകൻ കാട്ടാക്കടയെ കൊണ്ട് എഴുതിച്ചാണ് ഏതോ ഒരു സിനിമയിലേക്ക് വേണ്ടി ഒരു വിപ്ലവഗാനം. സഹാക്കള് മനുഷ്യനാകണം മനുഷ്യനാകണം. സത്യത്തിൽ ഇതിപ്പോൾ എനിക്ക് ഓർമ്മ വരാൻ കാരണം, കഴിഞ്ഞ ദിവസം നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഒരു നടൻ സലീം കുമാർ അകാല ചരമം അടഞ്ഞു. അകാല ചരമം എന്നേ നമുക്ക് പറയാനൊക്കത്തുള്ളൂ. കാരണം അദ്ദേഹത്തിന് 56 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയും വളരെയേറെ വർഷം ജീവിച്ചിരിക്കേണ്ട ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആയുസ് അത്രയുള്ളായിരുന്നു. അദ്ദേഹം അകാലത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു. അതിനു മുമ്പ് അദ്ദേഹം ഒരു ദിവസം ആശുപത്രിയിൽ കിടന്ന സമയത്ത് കുറെ സഖാക്കൾ ഫേസ്ബുക്കിലൊക്കെ ഇട്ട ആ ഒരു പ്രതികരണങ്ങളാണ് ഇപ്പോൾ ഈ ഗാനം ഞാൻ ഇങ്ങനെ ഓർക്കാൻ കാരണം നമ്മൾക്ക് അറിയാം, മനുഷ്യത്വമാണ് ഏറ്റവും വലുതായിട്ട് വേണ്ടത്. ഒരാളുടെ ഒരു സുഖമില്ലാതെ അവസ്ഥ, അല്ലെങ്കിൽ ഒരു ദുരവസ്ഥ, അല്ലെങ്കിൽ രോഗാവസ്ഥ, ആ സമയത്ത് മനുഷ്യത്വമാണ് ഏതൊരാളിനും വേണ്ടത്. നമ്മളൊരു വയ്യാതെ ഒരാൾ കിടന്നാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? രോഗാവസ്ഥയിൽ ഒരാൾ ആശുപത്രിയിൽ കിടന്നാൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് സുഖമാകണേ, അസുഖം ഭേദമായി ആരോഗ്യത്തോട് തിരിച്ചു വരണേ എന്നൊക്കെയുള്ളൂ നമ്മുടെ പ്രാർത്ഥന. അല്ലാതെ അവനങ്ങ് ചാവണേ എന്നുള്ള ഒരു പ്രാർത്ഥന ആരും നടത്തത്തില്ല. പക്ഷേ ഈ നമ്മുടെ ഈ പ്രിയങ്കരനായ നടൻ സലീം കുമാർ ആശുപത്രിയിൽ കിടന്നപ്പോൾ കുറെ സഖാക്കന്മാരും സുഡാപ്പികളും ഫേസ്ബുക്കിൽ കൂടി എന്തൊക്കെയായിരുന്നു പറഞ്ഞ് അഭിപ്രായങ്ങൾ പറഞ്ഞതെന്ന് കേൾക്കണം. ഞാൻ 2-3 വായിച്ചു കേൾപ്പിക്കാം, നിങ്ങളത് മനസ്സിലാക്കുക എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. ഒരു ശരത്ത് RS എന്ന് പറയുന്ന ഒരു വിദ്വാൻ വെച്ച് കെട്ടിക്കൊണ്ടിരിക്കാതെ സലീം കുമാറിനെ അങ്ങ് കൊല്ലടേ, മലയാള സിനിമാക്കാരുടെ മരണം ജനാധിപത്യത്തിൽ അനിവാര്യമാണ്, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ കൊല്ലണം. സലീം കുമാറിനെ കൊല്ലാൻ പറയുന്നതേ സിനിമക്കാരുടെ ദൈവം ശരത് RS ആണ്. എത്രയും പെട്ടെന്ന് സലീം കുമാറിന്റെ വാർത്തകളിൽ നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് ഒരു സ്ത്രീയാണ്, ഒരു ചെറുപ്പക്കാരിയാണ്. അവരുടെ ചെറുപ്പക്കാരിയോ എന്തോ അവരുടെ ഒരു ഇതാണ് അനിത KP, അനി എന്നാണ് അവരുടെ ഇതിട്ടിരിക്കുന്നത്. കുഴപ്പമില്ല, സതീശനെ ഭരണത്തിൽ കയറ്റിയതല്ലേ, കൂടെ ഉണ്ടാവും മരണത്തിൽ പോലും. ഇനി അടുത്തത് വിനു. ഇലക്ഷൻ സമയത്ത് പിണറായി വിജയനെ കരിവാരി തേച്ചവന, അസുഖം ഭേദമാകണ്ട. പിന്നെ 2 ഇത് പേര് കേട്ടിട്ട് ഈ സുഡാപ്പിക്കം സഖാവായിരിക്കും. യൂസഫ് മനു എന്ന് വായിക്കാൻ പറ്റുമോ അതോ മാണുവാന്നോ മണ്ണുവാന്നോ എന്തോന്ന് അറിയത്തില്ല. ഇത് യൂസഫ് മനു CPM ട്രോള് ചെയ്തതല്ലേ, ഹോസ്പിറ്റലിൽ മരിക്കുമോ? അപ്പോൾ അവൻ CPM ആണ്, സുഡാപ്പിക്കം CPM തന്നെയാണ്. അടുത്ത ഒരു മുഹമ്മദ് PM, ചത്താലും വലിയ നഷ്ടമൊന്നുമില്ല. ഇതേപോലെ നിരവധി ഇതിനെക്കാട്ടി വളരെ മോശമായിട്ടൊക്കെ ഉള്ള ഒരുപാട് കമന്റുകളും പോസ്റ്റുകളും ഒക്കെയാണ് ഇദ്ദേഹം ആശുപത്രിയിൽ കിടക്കുമ്പോൾ, മരണാസന്നനായി അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോൾ സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ഈ പാട്ട് ഓർമ്മ വന്നത്. സഖാക്കളോട് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആണ് ഞാൻ ആ പാട്ട് എനിക്ക് അന്നേരം ഓർമ്മ വന്നത്. ഒരു വിപ്ലവഗാനം തന്നെ സഖാക്കൾ ഓർക്കണം. കാരണം നമ്മൾക്കറിയാം, നമ്മുടെ മനസ്സിൽ കമ്മ്യൂണിസം നമ്മുടെ തലച്ചോറിൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ, ഉറച്ചു കഴിഞ്ഞാൽ, നമ്മളിൽ നിന്നും മനുഷ്യത്വം എന്ന ഒരു വികാരമേ ഇല്ലാതാകും.
കാരണം ഈ അവരുടെ ഒരു പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറയുന്നത് തന്നെ ഈ ഉന്മൂലനാശമാണ്, ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കാത്തവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഈ ചെറുപ്പത്തിലെ ഈ ബാലസംഘത്തിൽ കൂടിയൊക്കെ കുട്ടികളുടെ തലയിൽ അടിച്ചു കയറ്റുന്നത്. അത് അവരുടെ പാർട്ടി ക്ലാസ്സുകളിൽ ഇതൊക്കെയാണ് പഠിപ്പിച്ചുകൊണ്ട് വരുന്നത്. ഇങ്ങനെയുള്ള പഠിച്ചു വന്നിട്ടുള്ള ഈ യുവാക്കളാണേലും യുവതികളാണെന്നുണ്ടെങ്കിലും അവർക്ക് ഇങ്ങനെ പറയാൻ കഴിയത്തുള്ളൂ. കാരണം സലീം കുമാർ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലായിരുന്നു, സലീം കുമാർ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. ഇവരുടെ പാർട്ടിക്കാരല്ലാത്തത് കൊണ്ട് ഇവരുടെ ഉന്മൂലനം, ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിക്കാരല്ലാത്തവരെ ഉന്മൂലനം ചെയ്യുക. അപ്പോൾ അത് തലയിൽ അടിച്ച് ഏൽപ്പിച്ചു വെച്ചിരിക്കുന്നവർക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത ഒരു സലീം കുമാറിനെ എങ്ങനെയും ചത്തി കിട്ടിയാൽ മതി. കാരണം അദ്ദേഹം തിരഞ്ഞെടുപ്പുകളിൽ CPM-നെതിരെ പ്രവർത്തിക്കുന്നു, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്നു. അത് ഇവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭാഗമായത് കൊണ്ട് മാത്രം ഇവർ ഈ ഉന്മൂലനം പുറത്തെടുക്കുന്നില്ല എന്ന് മാത്രം. പക്ഷെ പലയിടത്തും അത് നടന്നതാണ്, നമ്മൾ കണ്ടതാണ്. ഈ അവരുടെ പരമോന്നത നേതാവ്, അതായത് CPM രാഷ്ട്രീയ പാർട്ടി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കോർപ്പറേറ്റ് സംഘടനയായ CPM-ന്റെ പരമോന്നത നേതാവ്, അതിൻ്റെ മുതലാളി എന്ന് തന്നെ പറയാം, പിണറായി വിജയൻ, അദ്ദേഹം ചെറുപ്പത്തിൽ എന്താണ് ചെയ്തത്? ഒരു പാർട്ടി വിട്ട് പുതിയൊരു പ്രത്യയശാസ്ത്രം, രാജ്യസ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനം കേരളത്തിൽ വന്നപ്പോൾ, അതായത് ജനസംഘം കേരളത്തിൽ വന്നപ്പോൾ, ഇവരുടെ പാർട്ടിക്കാരനായിരുന്ന വാടിക്കൽ രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ ദേശീയത ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം അത് വിട്ട് CPM ചേർന്നു. ഒരു സാധാരണക്കാരൻ, തയ്യൽ ജോലി നടത്തി കുടുംബം പുലർത്തുന്ന ഒരു ചെറുപ്പക്കാരൻ, ഇവർ വലിയ പട്ടികജാതി സ്നേഹം പറയുന്ന കക്ഷികളാണ് ഈ CPM. ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ, അദ്ദേഹം ദേശീയ ചിന്തയിലേക്ക് മാറി. പിണറായി വിജയൻ അന്ന് 18 വയസ്സ് തികഞ്ഞില്ലെന്നാണ് തോന്നുന്നത്, ഉൾപ്പെടെയുള്ള CPM സംഘം അവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് ഭാര്യയെ, ആ സമയത്ത് വിവാഹിതനായതേ ഉള്ള അദ്ദേഹം ഭാര്യയുടെ അമ്മയുടെ മുന്നിലിട്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു. പിണറായി വിജയനാണ് അത് കൊത്തിയരിഞ്ഞത്. അങ്ങനെയുള്ള ഒരു മുതലാളിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രസ്ഥാനം, അതിൻ്റെ അണികൾ സലീം കുമാറിനെ കുറിച്ച് ഇങ്ങനെയല്ലാതെ മറ്റു രീതിയിൽ പ്രതികരിക്കുമോ? ഒരിക്കലും പ്രതികരിക്കത്തില്ല. അവർക്ക് അതേ കഴിയുകയുള്ളൂ. ഇന്ത്യയുടെ ഈ സാഹചര്യം ഇതായതുകൊണ്ട് മാത്രം. പിന്നെ നമുക്ക് വാടിക്കൽ രാമകൃഷ്ണന്റെ കാര്യം മാത്രം നമുക്ക് ചിന്തിക്കേണ്ട, പറയണ്ട. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്ന സമയത്ത് എന്താണ് ചെയ്തത്? TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു CPM-കാരനെ ആളിനെ വിട്ട് കൊല്ലിക്കുകയല്ലായിരുന്നു ചെയ്തത്. പിന്നീട് കൊലപാതകം തന്നെയല്ല, ഏത് ഒരു മനുഷ്യത്വമില്ലായ്മയും കാണിക്കാൻ മടിക്കാത്തവരാണ് CPM-കാർ എന്നുള്ളതിന് തെളിവാണ് ഈ മലബാർ ക്യാൻസർ സെന്ററിന്റെ പേരിൽ അവിടെ അങ്ങനെ ക്യാൻസർ രോഗികളെ ചികിത്സിക്കാനൊരു ക്യാൻസർ സെന്റർ പണിയാനാണ് എന്നുള്ള പേരിൽ SNC ലാവലിൻ എന്ന് പറയുന്ന കമ്പനി, കനേഡിയൻ കമ്പനിയാണ്. അവിടെ നിന്ന് 300 കോടിയോ 375 കോടിയോ എങ്ങാണ്ടല്ലേ അഴിമതിക്ക് കൂട്ടിയെന്ന് അദ്ദേഹം മന്ത്രിയായിട്ടിരുന്ന സമയത്ത്. ഇങ്ങനെ നിരവധി കാര്യങ്ങളിൽ കൂടി നമ്മൾ CPM-കാരെ അവർ മനുഷ്യത്വമില്ലാത്ത ഒരു വിഭാഗമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾക്ക് തരുന്നുണ്ട്. ആ ഒരു ചിന്ത മനസ്സിൽ വന്നപ്പോഴാണ് ഈ പാട്ട് ഇവരുടെ ഈ ബാലസംഘം ഉൾപ്പെടെയുള്ള സ്റ്റഡി ക്ലാസ് നടത്തുമ്പോൾ ഉന്മൂലന സിദ്ധാന്തം അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് മനുഷ്യനാകണം മനുഷ്യനാകണം എന്നുള്ള പാട്ടാണ് ഇവരെ പഠിപ്പിക്കേണ്ടത്. മനുഷ്യനാകണം. CPM അല്ലെ കമ്മ്യൂണിസം തല കയറി കഴിഞ്ഞാൽ മനുഷ്യത്വം ഇല്ലാതാകരുത് എന്നുണ്ടെങ്കിൽ ഈ മനുഷ്യനാകണം മനുഷ്യനാകണം എന്നുള്ള ആ ഒരു ഗാനശകലം ഇവർ തലച്ചോറിൽ കുത്തിവെച്ച് കൊടുത്തിട്ട് എങ്കിൽ മാത്രമേ, കുത്തിവെച്ച് കൊടുത്ത് വളർത്തിയെങ്കിൽ മാത്രമേ ഇവർ മനുഷ്യത്വപരമായി ജനങ്ങളോട് പെരുമാറുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള
അഭിപ്രായങ്ങളായിരിക്കും. പരസ്യമായിട്ട് ഇത് പരസ്യമായി പറയാൻ ഒരു മടിയില്ലെന്നുള്ളതാണ്. ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. എന്നിട്ട് ഏറ്റവും രസോദമല്ല, ഇത് മരിച്ച് ഇതിങ്ങനെ കമ്മ്യൂണിസ്റ്റുകൾ ഇതേ രീതിയിൽ ഈ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു. ഒരൊറ്റ പാർട്ടി നേതാവ് ഇതിനെ വിലക്കിയിട്ടില്ലെന്നുള്ളതാണ്, ഇതിനെ അപലപിച്ചിട്ടില്ലെന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായതും അത്ഭുതപ്പെടുത്തുന്നതുമായ കാര്യം. ഒരു നേതാവ് പോലും ഇത് ഇങ്ങനെ പറയുന്നത് തെറ്റാണ്, ഇത് പാർട്ടി ഇത് അംഗീകരിക്കുന്നില്ല എന്ന് ഒരു CPM നേതാവ് പോലും പറഞ്ഞിട്ടില്ല എന്ന് തോർക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക. CPM എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം, അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസം നമ്മുടെ തലയ്ക്ക് പിടിച്ചാൽ അവരിൽ നിന്നും മനുഷ്യത്വം എന്ന് പറയുന്ന ആ ഒരു ലോകത്തിലെ നന്മയുടെ തായിട്ടുള്ള ഏറ്റവും വലിയ ഒരു വികാരം ഒലിച്ചു പോകും. അവിടെ പിന്നെ ക്രൂരത മാത്രമേ നിലനിൽക്കുകയുള്ളൂ, ക്രൂരതയ്ക്ക് മാത്രമേ സ്ഥാനമുള്ളൂ എന്നാണ് ഈ സംഭവങ്ങൾ. നമ്മുടെ സലീം കുമാറിൻ്റെ മരണത്തെ തുടർന്നും ഇതേപോലെ കാണുന്ന സംഭവങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. കുറ്റമാണോ ഇവര് ആളുകളെ കൊല്ലാനും ചാവാനും തയ്യാറായി ഇവര് പുറപ്പെടുന്നത്? എത്ര നിഷ്ഠൂരമായിട്ടാണ് ഇവര് രാഷ്ട്രീയ എതിരാളികളെ കൊന്നൊടുക്കുന്നത്. ത്രിപുരയിലും ബംഗാളിലും എന്താണ് കാണിച്ചത്? 10-35 വർഷം ബംഗാൾ ഭരിച്ചപ്പോൾ 10,000-കണക്കിന് രാഷ്ട്രീയ പ്രതിയോഗികളെ, എതിരാളികളെ അല്ലേ ഇവർ കൂട്ടക്കൊല നടത്തി കുഴിച്ചിട്ടത്. പോലീസ് ഇവരുടെ കയ്യിലായിരുന്നത് കൊണ്ട് ഇതൊന്നും പുറത്തു വന്നില്ല. എവിടെയോ ഏതോ ഒരു വർഷങ്ങൾക്ക് മുമ്പേ ഒരു പ്രസിദ്ധീകരണത്തിൽ വായിച്ചതാണ്. എന്നിട്ട് ഇവര് ഇങ്ങനെ രാഷ്ട്രീയ പ്രതിയോഗികളെ കൊന്നിട്ട് കൂട്ടത്തോടെ കുഴിച്ചിട്ട് ആ കുഴിയിൽ ഉപ്പിട്ട്, ആ മൃതശരീരത്തോടൊപ്പം ഉപ്പിട്ടാണ് അവര് അടക്കിയിരുന്നത്, കുഴി മൂടിയിരുന്നത്. അതായത് ഈ ഉപ്പില് ഈ അസ്ഥി ഉൾപ്പെടെ ദ്രവിച്ച് പോയി കഴിയുമ്പോൾ ഒരു തെളിവും വരാത്ത രീതിയിൽ അത്രമാത്രം ക്രൂരതയാണ് ഈ മാർക്സിസം തലയ്ക്ക് പിടിച്ചാൽ ഒരു മനുഷ്യനിൽ ഉണ്ടാക്കുക എന്നുള്ളത് ഓർക്കുമ്പോൾ ഈ ഒരു പ്രത്യയശാസ്ത്രത്തോട് എത്രമാത്രം അവജ്ഞയാണ് തോന്നുന്നത്. അതുകൊണ്ട് നമ്മുടെ അടുത്ത ഒരു തലമുറ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോലും, നമ്മുടെ സുഹൃത്തുക്കളുടെ കുടുംബത്തിൽ നിന്ന് പോലുമോ ഒരാള് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആകാൻ നമ്മൾ അനുവദിക്കരുത്. അങ്ങനെ എങ്ങാണ് ആരെങ്കിലും മനസ്സിൽ ചെറിയ ചിന്ത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ മുളയിലെ തന്നെ നമ്മൾ നിരുത്സാഹപ്പെടുത്താൻ, തുടക്കത്തിൽ തന്നെ നിരുത്സാഹപ്പെടുത്തി അവരെ പിന്തിരിപ്പിച്ച് അവർ മനുഷ്യരായിട്ട് ജീവിക്കാനുള്ള അവസ്ഥയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരികയാണ് നമ്മൾ ഓരോരുത്തരും. മനുഷ്യത്വം മനസ്സിൽ ഉള്ളവർ, മനുഷ്യത്വം മരിച്ചിട്ടില്ലാത്തവർ ചെയ്യേണ്ട ഏറ്റവും വലിയ സത്പ്രവൃത്തി എന്നുള്ളത് നമ്മളെല്ലാം ഓർത്തിരിക്കുക. അതനുസരിച്ച് വേണം നമ്മൾ സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത്. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നു വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.